പീരിയഡ്സിൻ്റെ സമയത്ത് സാധാരണ വേദനയേക്കാളും കൂടുതലായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് പീരിയഡ്സ് വേദന അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ അതൊരു പക്ഷേ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു സൈലൻറ്റ് കില്ലർ ആവാൻ ചാൻസ് ഉണ്ട്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻ്റ്, ഒരു യങ് ലേഡി, 24 വയസ്സേ ഉള്ളൂ. അവൾക്ക് പലപ്പോഴും പീരിയഡ്സിൻ്റെ പെയിൻ വരുന്ന സമയത്ത് പല വേദനക്കുള്ള മരുന്ന് കുടിച്ചിട്ട് അതിനെ സബ്സൈഡ് ചെയ്യാറാണ് പതിവ്. പലപ്പോഴും സാധാ വേദനയേക്കാളും കൂടുതൽ ഉണ്ടാവുമ്പോൾ പല ഹോം റെമഡീസും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ടാണ് അവൾ ആ വേദനയെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു. അവൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്ലീഡിങ് ഉണ്ടാവുകയും ഛർദി വന്നു. അവൾ വല്ലാതെ കൊളാപ്സായി മുന്നിലേക്ക് ബെൻഡാവുന്ന കോലത്തിലേക്ക് വരെ സംഗതി എത്തി. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് സംഭവം എന്താണെന്ന് മനസ്സിലായത്. വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ എൻഡോമെട്രിയോസിസ് എന്നുള്ള പ്രശ്നമായിരുന്നു. സ്ത്രീകളിലെ യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഒരു ലൈനിങ് ആണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയാണ് പീരീഡ്സിൻ്റെ സമയത്ത് പൊട്ടിയിട്ട് നമ്മുടെ പുറത്തേക്ക് വരുന്ന ബ്ലഡ് എന്ന് പറയുന്നത്. എൻഡോമെട്രിയം എന്ന് പറയുന്ന ഈ ലൈനിങ് അതിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് ഫോം ചെയ്യാതെ മറ്റ് പല സ്ഥലത്തും ഫോം ചെയ്യുന്ന ഒരസുഖത്തിനാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. സാധാ പീരീഡിൻ്റെ സമയത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ പെയിൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിലേക്ക് ആ ഒരു ലേഡിയെ എത്തിച്ചത് അവരുടെ അശ്രദ്ധ തന്നെയാണ്. കാരണം സാധാരണ പീരീഡിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന വേദനയേക്കാളും കൂടുതലായിട്ട് പീരീഡിൻ്റെ സമയത്ത് അവൾക്ക് ഉണ്ടായിട്ടും വേണ്ട രൂപത്തിലുള്ള ഒരു കെയറിങ്ങും മെഡിസിൻസും കഴിക്കാതെ സ്വന്തം ഹോം റെമഡീസും സ്വന്തം മെഡിസിൻസും ഒക്കെ യൂസ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് അവളെ എത്തിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളായ നിങ്ങൾ വേദന സംഹാരി നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്നതിന് പകരം പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള മെഡിസിൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.